Hi all, welcome to LK Group of Educational Service. KTET exam oriented classes നമ്മൾക്കറിയാം നമ്മൾ ഫിസിക്കൽ സയൻസിൽ പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന സെക്ഷനെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പാർട്ട് 6 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പാർട്ട് 7 എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ട് എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആക്ച്വലി ഫോക്കസ് ചെയ്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ട്രെൻഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്നുള്ള ആ ഒരു ടോപ്പിക് ആയിരുന്നു. അതിൽ ആറ്റോമിക് സൈസും അയോണിക് റേഡിയസിനെ കുറിച്ചും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നൊന്ന് ചെക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഇതിനെ ബേസ് ചെയ്ത് എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് നമുക്ക് കേട്ടിട്ട് എക്സാമിന് ചോദിക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അയോണൈസേഷൻ എൻതാൽപ്പി എന്താണെന്ന്. കാരണം പീരീഡിലും ഗ്രൂപ്പിലും എങ്ങനെ അയോണൈസേഷൻ എൻതാൽപ്പി വാരി ചെയ്യുമെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഫിഗർ നിങ്ങൾ നല്ലോണം ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഇലക്ട്രോൺ റിലീസ് ആവുന്നതും അവിടെ എനർജി നീഡഡ്, അതായത് അത് എനർജി നീഡഡ് ഈക്വൽ ടു അയോണൈസേഷൻ എനർജി എന്ന് എഴുതിയിരിക്കുന്നത്. സോ ആക്ച്വലി എന്താണ് അയോണൈസേഷൻ എനർജി? ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ട എനർജീനെയാണ് നമ്മൾ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. It is defined as the amount of energy that required to remove an electron from an isolated gaseous atom ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതായത് ഒരു ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റത്തിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജീനെയാണ്, അല്ലെങ്കിൽ ആ സമയത്ത് അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അയോണൈസേഷൻ എനർജി നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റ് വെച്ചിട്ടാണ്, കിലോ ജൂൾ പെർ മോൾ. അയോണൈസേഷൻ എനർജി എന്നോ അയോണൈസേഷൻ എൻതാൽപ്പി എന്നോ നമുക്ക് പറയാം. സോ കിലോ ജൂൾ പെർ മോൾ ആണ് അയോണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജിയുടെ യൂണിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. സോ സിമ്പിളായി പറയുവാണെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി ഓർ അയോണൈസേഷൻ എനർജി ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. ഓക്കെ, സോ എങ്ങനെയാണ് ഈ അയോണൈസേഷൻ എനർജീനെ അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജി പീരീഡിലും ഗ്രൂപ്പിലും വാരി ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി അയോണിക് റേഡിയസ് പഠിച്ചപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, രണ്ട് ടൈപ്പ് ഓഫ് അയോൺസ്. അത് ഏതൊക്കെയായിരുന്നു? കാറ്റയോൺസും ആനയോൺസും ആയിരുന്നു. കാറ്റയോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് അയോണായിട്ട് ഫോം ചെയ്യുന്ന ഒന്നിനെയാണ് കാറ്റയോൺ എന്ന് പറയുന്നത്. അതേസമയം നെഗറ്റീവ് അയോൺ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ആനയോൺ എന്ന് പറയുന്നത്. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയോണൈസേഷൻ എനർജി അവിടെ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ അവിടെ ഒരു കാറ്റയോൺ ആയിരിക്കും ഫോം ചെയ്യുന്നത്. കാരണം ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻ ആറ്റം ലൂസസ് ഇലക്ട്രോൺ എന്നാണ് പറയുന്നത്. സോ ഒരു ആറ്റത്തിൽ നിന്ന് നമ്മൾ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ അത് എന്തിൻ്റെ ഫോർമേഷന് കാരണമാവും? കാറ്റയോണിൻ്റെ ഫോർമേഷനായിരിക്കും കാരണമാകുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. സോ ഇനി നമുക്ക് അയോണൈസേഷൻ എനർജി എങ്ങനെയാണ് ഗ്രൂപ്പിലും പീരീഡിലും വാരി ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണാം. ഇവിടെ അയോണൈസേഷൻ എനർജി ഒരു പീരീഡിൽ എങ്ങനെയാണ് പോകുന്നതെന്നും അതുപോലെ തന്നെ ഗ്രൂപ്പിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. പീരീഡിലാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നാദ്യമാണ് നോക്കുന്നത്. ആദ്യമായിട്ട് അത് നോക്കാം നമുക്കൊന്ന്. അതായത് പീരീഡിലാണെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അയോണൈസേഷൻ എൻതാൽപ്പി എന്തുകൊണ്ട് പീരീഡിൽ ഇൻക്രീസ് ആവുന്നു? നമുക്കറിയാം, ഈ പീരീഡിൽ, അതായത് ആറ്റമിക് സൈസിലാണല്ലോ നമ്മൾ പീരിയോഡിക് ട്രെൻഡ് ആൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ടോപ്പിക് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ആറ്റമിക് സൈസ് എന്താണ് എന്ന് പഠിച്ചിട്ടായിരുന്നു. എന്തായിരുന്നു ആറ്റമിക് സൈസ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും അതുപോലെ തന്നെ ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ആണ് നമ്മൾ ആറ്റമിക് സൈസ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ആറ്റമിക് സൈസ് ഒരു പീരീഡിൽ ഡിക്രീസ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. പീരീഡിൽ പോകുന്തോറും ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ പോകുന്തോറും ആറ്റമിക് സൈസ് കുറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്തായിരുന്നു? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ ഇലക്ട്രോൺ. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷനെയാണ് നമ്മൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞത്. അതെല്ലാം എങ്ങനെ ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ അവിടെ കൂടുതലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. സോ ന്യൂക്ലിയസും ഇലക്ട്രോണും അത്രത്തോളം അട്രാക്റ്റഡ് ആണെങ്കിൽ നമുക്കൊരിക്കലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷേ ഒരുപാട് എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയസും ഇലക്ട്രോണും അത്രത്തോളം അട്രാക്റ്റഡ് ആണ്. അത്രത്തോളം അട്രാക്റ്റഡ് ആയിട്ടുള്ള രണ്ട് സബ്സ്റ്റൻസുകളെ, അതായത് ഇപ്പോൾ ന്യൂക്ലിയസിനെ നമുക്കറിയാം പോസിറ്റീവാണ്, ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്. സോ ഇത്തരത്തിൽ നല്ല രീതിയിൽ അട്രാക്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസിനെയും ഇലക്ട്രോണിനെയും നമുക്ക് പെട്ടെന്നൊന്നും റിമൂവ് ചെയ്യാൻ പറ്റില്ല.
അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. അവിടെ നമ്മൾ ഒരുപാട് എനർജി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഒരു പീരീഡിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം കൂടുതലായിരിക്കും. അത് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ എടുക്കും തോറും അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ആയിക്കൊണ്ടാണ് വരിക. അതായത് ലെഫ്റ്റ് ടു റൈറ്റിൽ നമുക്കറിയാം ഏറ്റവും റൈറ്റ് സെക്ഷനിലേക്ക് എത്തുമ്പോഴേക്ക് ആറ്റോമിക് സൈസ് വളരെ കുറവായിരിക്കും. ആറ്റോമിക് സൈസ് കുറയുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷനും അത്രത്തോളം ഇൻക്രീസ്ഡ് ആവും. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപാട് അയോണൈസേഷൻ എനർജി അവിടെ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇലക്ട്രോണിനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ദെൻ അതിൻ്റെ റീസണാണ് ഇവിടെ താഴത്തെ 2 പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആറ്റോമിക് സൈസ് ഡിക്രീസസും സെക്കൻഡ് വൺ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസുമാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 റീസൺസ്. ഇതൊന്ന് നോക്കി വെച്ചേക്കുക. സോ എങ്ങനെയാണ് പീരീഡിൽ അയണൈസേഷൻ എൻതാൽപ്പി വാരി ചെയ്യുന്നത്, പീരീഡിൽ അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കേണ്ട ഒന്നാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് അയണൈസേഷൻ എൻതാൽപ്പി എലോങ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് അയണൈസേഷൻ എൻതാൽപ്പി? നമുക്കറിയാം, നമ്മൾ ആറ്റോമിക് സൈസിൻ്റെ സെക്ഷനിൽ പഠിച്ചപ്പോൾ ഗ്രൂപ്പിൽ എങ്ങനെയാണ് പഠിച്ചത്? ഗ്രൂപ്പിൽ താഴേക്ക് പോകും തോറും അല്ലെങ്കിൽ ടോപ്പ് ടു ഡൗൺ ബോട്ടം നമ്മൾ നോക്കുമ്പോൾ ആറ്റോമിക് സൈസ് ഇൻക്രീസ് ആയാണ് വന്നത്. ആറ്റോമിക് സൈസ് ഇൻക്രീസ് ആവും തോറും നടുക്കുള്ള ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ വളരെയധികം കുറവായിരിക്കും. കാരണം അവിടെ ഷീൽഡിങ് എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്നർ മോസ്റ്റ് ഷെല്ല് ഈ ന്യൂക്ലിയസിനെയും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെയും ഷീൽഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു അട്രാക്ഷൻ വളരെയധികം കുറവായിരിക്കും. അട്രാക്ഷൻ കുറവാണെങ്കിൽ ഈസിലി നമുക്ക് പുറത്തുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറവ് എനർജി അപ്ലൈ ചെയ്താൽ മതിയാവും. സോ അയണൈസേഷൻ എനർജി ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ താഴേക്ക് പോകുന്തോറും അയണൈസേഷൻ എനർജിക്ക് എന്താണ് സംഭവിക്കുന്നത്? അയണൈസേഷൻ എനർജി കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ആവും തോറും എന്ത് സംഭവിക്കുന്ന പറയുന്നത്? അയണൈസേഷൻ എനർജി കുറയുന്നു. ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ആവും തോറും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട അയണൈസേഷൻ എനർജി കൂടുന്നു എന്നുള്ളതും മനസ്സിലാക്കുക. സോ അതാണ് ഈ ഒരു 2 സെക്ഷനിൽ നിന്നും നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട 2 പോയിന്റ്സ്. ഇതിൽ നമ്മൾ പറയുമ്പോൾ 2 പോയിന്റ്സ് കൂടി റീസൺസിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണം. ആറ്റമിക് സൈസ് ഇൻക്രീസസ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ്. സോ ആ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് അവിടെ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് നമുക്കറിയാം സൈസ് കൂടുന്തോറും അട്രാക്ഷൻ കുറയും അല്ലേ? ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കുറയുന്നതിനെയാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഈ പീരിയോഡിക് ട്രെൻഡ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സെക്ഷനിലെ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്നുള്ളത്. സോ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് മെറ്റാലിക് ക്യാരക്ടർ ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൊണ്ട് മീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ പീരീഡിലും ഗ്രൂപ്പിലും എങ്ങനെയാണ് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ വാരി ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു ഇമേജിൽ നോക്കാം. ഈ ഒരു ഇമേജിലൂടെ ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോൺ മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയാണ് പീരീഡിലും ഗ്രൂപ്പിലും കൂടെ വേരി ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സോ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാനുള്ളത് മെറ്റാലിക് ക്യാരക്ടർ എന്താണ്, നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്താണെന്നുള്ളതാണ്. അത് 2 ടാബുലാർ കോളമായി തിരിച്ച് നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പക്ഷേ നിങ്ങളിവിടെ നിന്ന് നോക്കുക, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ടോപ്പ് ടു ബോട്ടം മേലിൽ നിന്ന് താഴത്തേക്ക് പോകും തോറും നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറയുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഗ്രൂപ്പ് പീരീഡിൽ എടുക്കുകയാണെങ്കിലോ, പീരീഡിൽ എന്താ സംഭവിക്കുന്നത്? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ പീരീഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഒരു കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക, മറ്റത് അതിൻ്റെ ഓപ്പോസിറ്റായി എഴുതി വെക്കുക. അതായത് ഇപ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു കാര്യം നല്ല രീതിയിൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമുക്കറിയാം നോൺ മെറ്റാലിക് ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ പീരീഡിലാണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യും, ഗ്രൂപ്പിലാണെങ്കിൽ അത് ഡിക്രീസ് ചെയ്യും. ഇനിയിപ്പോൾ മെറ്റാലിക് ക്യാരക്ടറാണ് നമ്മൾ പറയുന്നതെങ്കിലോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം പറയേണ്ടത്. അത്രയേ ഉള്ളൂ. സോ നമുക്ക് എന്താണ് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതിൽ നമ്മൾ 2 ടാബുലാർ കോളം 2 കോളമായിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കോളത്തിൽ മെറ്റാലിക് ക്യാരക്ടറാണ്, സെക്കൻഡ് കോളത്തിൽ നോൺ മെറ്റാലിക് ക്യാരക്ടറിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ മെറ്റാലിക് ക്യാരക്ടർ ഈസ് ദ ടെൻഡൻസി ഓഫ് എൻ ആറ്റം ടു ലൂസ് ഇലക്ട്രോൺ. ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്താനുള്ള ആ ഒരു കഴിവിനെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടെൻഡൻസിയെ നമ്മൾ പറയുന്ന ഒന്നാണ് മെറ്റാലിക് ക്യാരക്ടർ എന്ന്. ദെൻ ഇവിടെ നോക്കുക, അപ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്തായിരിക്കും? നോൺ മെറ്റാലിക് ക്യാരക്ടർ ഈസ് എ ടെൻഡൻസി ഓഫ് എൻ ആറ്റം ടു അക്സെപ്റ്റ് ഇലക്ട്രോൺ. ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ മെറ്റാലിക് ക്യാരക്ടർ എന്താണ്? ഒരു ആറ്റത്തിന് ആ ആറ്റത്തിലെ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്താനുള്ള ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിനെയാണ് മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നതെങ്കിൽ, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയെയാണ് നമ്മൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ
എന്ന് പറയുന്നത്. ദെൻ മെറ്റാലിക് ക്യാരക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് ടു റൈറ്റ് ഒരു പീരീഡിൽ എടുക്കുകയാണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കുറയുകയാണ് ചെയ്യുന്നത്. അതേസമയം നോൺ മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നോൺ മെറ്റാലിക് ക്യാരക്ടറും മെറ്റാലിക് ക്യാരക്ടറും ഇത്തരത്തിലുള്ളൊരു ഡിഫറൻസ് കാണിക്കുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. കാരണം നമുക്കറിയാം പീരീഡിൽ എങ്ങനെയായിരുന്നു ആറ്റത്തിൻ്റെ സൈസ്, ആറ്റമിക് സൈസ് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ ചെറുതായാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുമ്പോൾ ആ ഒരു ആറ്റത്തിലേക്ക്, അതായത് ആ ഒരു ആറ്റത്തിൻ്റെ സൈസ് ചെറുതാവുന്നത് കൊണ്ട് തന്നെ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് തന്നെ വേറൊരു ഇലക്ട്രോൺ ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ നടുക്കുള്ള ന്യൂക്ലിയസിന് ആ ഇലക്ട്രോണിനെ കൂടി ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഒരു ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു മാനറിസം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മെറ്റാലിക് ക്യാരക്ടർ ഒന്ന് എടുത്ത് നോക്കുക. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതിന്, അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് ആ ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് തന്നെ പീരീഡിലെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ന് പറയുമ്പോൾ ഈ ആറ്റത്തിൽ നമുക്കറിയാം സൈസ് കുറവാവുന്നത് കൊണ്ട് തന്നെ ഈ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ആ സെൻറ്ററും അതായത് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ അത്രത്തോളം കൂടുതലായതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താൻ സാധ്യമാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുകയാണെങ്കിൽ കുറയുകയാണ് ചെയ്യുന്നത്. അതേസമയം നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്താ ചെയ്യുന്നത്, ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗെയിൻ ചെയ്യാനുള്ള എബിലിറ്റിയാണ് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ലൂസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. പക്ഷേ സൈസ് കുറയും തോറും അതിന് ആ ഒരു ലൂസ് ചെയ്യാനുള്ള എബിലിറ്റി കുറവായിരിക്കും. കാരണം ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ അത്രത്തോളം കൂടുതലാവുന്നത് കൊണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ഇനി നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പിൽ എങ്ങനെയാണ് മെറ്റാലിക് ക്യാരക്ടർ ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ വാരി ചെയ്യുന്നതെന്നാണ്. അതിൽ ഗ്രൂപ്പിലെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. നോൺ മെറ്റാലിക് ക്യാരക്ടർ ആണെങ്കിലോ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഗ്രൂപ്പിൽ ആറ്റമിക് സൈസ് ഇൻക്രീസ് ആവുന്നത് കൊണ്ട് തന്നെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അവിടെ എന്തായിരിക്കും, കുറവായിരിക്കും. അതായത് ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ അവിടെ കുറവായിരിക്കും. അത് കുറവാവുന്നത് കൊണ്ട് തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന് ഈസി ആയിട്ട് അതിൽ നിന്ന് റിമൂവ് ആവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പറയാം മെറ്റാലിക് ക്യാരക്ടർ ഒരു ഗ്രൂപ്പിൽ എന്താവുകയാണ് ചെയ്യുന്നത്, മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ എടുത്താലോ ഗ്രൂപ്പിൽ എടുക്കുമ്പോൾ സെയിം സംഭവം തന്നെ, അതായത് ആറ്റമിക് സൈസ് ഇൻക്രീസ് ആവും, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ആവും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നത് കൊണ്ട് തന്നെ വേറൊരു ഇലക്ട്രോൺ അതിലേക്ക് ആഡ് ആവാൻ വന്നു കഴിഞ്ഞാൽ ആ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇനി ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ നടുക്കുള്ള ന്യൂക്ലിയസിന് ആ വരുന്ന ഇലക്ട്രോണിനെ കൂടി ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള എബിലിറ്റി കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സൈസ് കൂടുമ്പോൾ ഇന്നർമോസ്റ്റ് ഷെൽസ് ഉണ്ടാവും. ഈ ഇന്നർമോസ്റ്റ് ഷെൽസ് ഔട്ടറിലുള്ള ഈ ഒരു ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ ഷീൽഡ് ചെയ്ത് നിർത്തുന്നത് കൊണ്ട് തന്നെ നടുക്കുള്ള ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റിലെ ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള ആ ഒരു ഷെല്ലിലെ ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയതായിട്ടൊരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നോൺ മെറ്റാലിക് ക്യാരക്ടർ ടോപ്പ് ടു ബോട്ടം എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറവായിരിക്കുമെന്ന്. ദെൻ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ആൻ എലമെന്റ് ഹാവിങ് മെറ്റാലിക് ക്യാരക്ടർ ആർ സെഡ് ടു ബി ഇലക്ട്രോപോസിറ്റീവ്. മെറ്റാലിക് ക്യാരക്ടറുള്ള എലമെന്റുകളെ നമുക്ക് ഇലക്ട്രോപോസിറ്റീവ് മെറ്റലുകൾ എന്ന് പറയാം. അതേസമയം എലമെന്റ് ഹാവിങ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ആർ സെഡ് ടു ബി ഇലക്ട്രോ നെഗറ്റീവ് മെറ്റൽ. നോൺ മെറ്റാലിക് ക്യാരക്ടറുള്ള എലമെന്റുകളെ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോ നെഗറ്റീവ് മെറ്റൽ എന്ന് പറയാം. ഇവിടെ നമുക്ക് ഈ ഇലക്ട്രോപോസിറ്റീവ് ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയുന്ന രണ്ട് ടേമുകളെ കുറിച്ചും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ഇമേജ് തന്നിട്ടുണ്ട്. സോഡിയം എന്ന് പറയുന്നത് മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്ന ആളാണ്. നോൺ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്ന ഒരാൾക്ക് എക്സാമ്പിളാണ് ക്ലോറിൻ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ എന്തുകൊണ്ട് സോഡിയം മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നു, എന്തുകൊണ്ട് ക്ലോറിൻ നോൺ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നു, ഒന്ന് ചിന്തിച്ച് നോക്കുക. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും, 11 ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും വരിക, 281 എന്നായിരിക്കും കോൺഫിഗറേഷൻ വരിക. സോ നമുക്കറിയാം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, 1 ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുന്നത്. സോ നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ഒക്ടറ്റ് റൂൾ. ഒരു ആറ്റം സ്റ്റേബിൾ ആണെങ്കിൽ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരണമെന്നാണ് നമ്മൾ പറയുന്നത്. 8 ഇലക്ട്രോൺസ് വന്നാൽ മാത്രമേ ഒരു
ആറ്റം സ്റ്റേബിൾ ആവുള്ളൂ. സോ അത് സ്റ്റേബിൾ ആവാൻ വേണ്ടി അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ആ 1 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. സോ നമുക്ക് പറയാം സോഡിയം ഈസ് എ എലമെൻറ്റ് ഷോയിങ് ബെസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ എന്ന്. കാരണം ആ ഒരു ആറ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റിന് അതിൻ്റെ ആറ്റത്തിലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ ലൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എലമെൻറ്റിന് അതിൻ്റെ ആറ്റത്തിലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയുള്ള എല്ലാ എലമെൻറ്റുകളെയും നമുക്ക് മെറ്റാലിക് ക്യാരക്ടർ പൊസസ് ചെയ്യുന്നവരാണ് എന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സോഡിയം എന്താണ്? ഒരു ബെസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ പൊസസ് ചെയ്യുന്ന എലമെൻ്റായി തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒന്നാണ്. ദെൻ ക്ലോറിൻ്റെ കേസ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്ലോറിനും ആക്ച്വലി ബെസ്റ്റ് ഒരു നോൺ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്ന ഒരു എലമെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ്റെ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. 17 എന്ന് പറയുമ്പോൾ 287 ആയിരിക്കും അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ടർമോസ്റ്റ് ഷെല്ലുകളിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്. സോ ക്ലോറിന് 1 more ഇലക്ട്രോൺ നീഡഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ ക്ലോറിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവുള്ളൂ, ഒക്ടറ്റ് റൂൾ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. സോ ക്ലോറിൻ എന്ത് ചെയ്യും? മാക്സിമം ഒരു ഇലക്ട്രോണിനെ കിട്ടുന്നത് എവിടെ നിന്നാണോ അവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യാനായിരിക്കും ക്ലോറിൻ ശ്രമിക്കുക. സോ ഇവിടെ ക്ലോറിൻ ഷോ ചെയ്യുന്നൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നോൺ മെറ്റാലിക് ക്യാരക്ടറാണ്. കാരണം ക്ലോറിന് ടെൻഡൻസി ടു അക്സെപ്റ്റ് ഇലക്ട്രോൺ ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോറിനെ എന്തായി കൺസിഡർ ചെയ്യാവുന്നതാണ്? ഒരു നോൺ മെറ്റാലിക് ക്യാരക്ടർ ഷോ ചെയ്യുന്ന ഒരു ബെസ്റ്റ് എലമെൻ്റായി തന്നെ കൺസിഡർ ചെയ്യാവുന്ന ഒന്നാണ്. സോ ഇവിടെ സോഡിയം ക്ലോറിനും ആഡ് ചെയ്ത് തന്നെ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ആക്ച്വലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അയണൈസേഷൻ എൻതാൽപ്പി എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് an atom. It is the energy required to remove an electron from the outermost shell of an isolated gaseous atom. എന്നതായിരുന്നു അയണൈസേഷൻ എനർജിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയെയാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. സോ ആക്ച്വലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? നമ്മൾ അയണൈസേഷൻ എനർജിയെ കുറിച്ച് പഠിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്നാണ് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. എന്തായിരുന്നു അയണൈസേഷൻ എനർജി? അയണൈസേഷൻ എനർജി ഈസ് എ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജീനെ നമ്മൾ പറയുന്നതാണ് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം അയണൈസേഷൻ എനർജിയുടെ യൂണിറ്റ് ആയിരുന്നു കിലോ ജൂൾ പെർ മോൾ. അതുകൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ അയണൈസേഷൻ എനർജി എങ്ങനെയാണ് പീരിയഡിലും ഗ്രൂപ്പിലും വാരി ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പീരിയഡിലാണെങ്കിൽ അയണൈസേഷൻ എനർജി ഇൻക്രീസ് ആവും, പക്ഷേ ഗ്രൂപ്പിലാണെങ്കിലോ അയണൈസേഷൻ എനർജി ഡിക്രീസ് ആവും എന്ന് നമ്മൾ പഠിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡിലാണെങ്കിൽ ആറ്റത്തിൻ്റെ സൈസ് ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുമ്പോൾ കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾ ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ സൈസ് വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. കാരണം ഇന്നർമോസ്റ്റ് ഷെൽസ് അതിനെ ഷീൽഡ് ചെയ്യുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞതാണ്. അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടുന്ന ആ ഒരു അയോൺ എന്ന് പറയുന്നത് എപ്പോഴും കാറ്റയോൺ ആയിരിക്കും. കാരണം ആ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ പോയാൽ അല്ലെങ്കിൽ റിമൂവ് ആയാൽ നമ്മളത് എന്ത് ഫോം ചെയ്യുമെന്നാണ് പറയുന്നത്? കാറ്റയോൺ ഫോം ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. അതിനുശേഷം നമ്മൾ അയണൈസേഷൻ എനർജി പീരിയഡിലും ഗ്രൂപ്പിലും നല്ല രീതിയിൽ തന്നെ കവറപ്പ് ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്നാണ് മെറ്റാലിക് ക്യാരക്ടർ ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ക്യാരക്ടറും നോൺ മെറ്റാലിക് ക്യാരക്ടറും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതിനെ 2 ടേബിളാക്കി 2 കോളംസ് ആക്കിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന് ഇലക്ട്രോണിനെ നഷ്ടപ്പെടാനുള്ള ആ ഒരു ടെൻഡൻസി എത്രത്തോളം ഉണ്ട് അതിനെയാണ് മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. നോൺ മെറ്റാലിക് ക്യാരക്ടർ ഈസ് എ എബിലിറ്റി ഓഫ് an atom to accept ഇലക്ട്രോൺ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മെറ്റാലിക് ക്യാരക്ടർ ഒരു പീരിയഡിലാവുമ്പോഴും ഗ്രൂപ്പിലാവുമ്പോഴും എങ്ങനെയാണ് വാരി ചെയ്യുന്നത്? മെറ്റാലിക് ക്യാരക്ടർ ഗ്രൂപ്പിലാണെങ്കിൽ ഇൻക്രീസ് ചെയ്യും, പീരിയഡിലാണെങ്കിൽ ഡിക്രീസ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു. കാരണം പീരിയഡിൽ സൈസ് ഓഫ് ദ ആറ്റം കുറവായിരിക്കും, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലായതുകൊണ്ട് തന്നെ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആറ്റത്തിന് ആ പുറമെയുള്ള ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവില്ല. അത് വളരെയധികം കുറവായിരിക്കും. കാരണം ന്യൂക്ലിയസ് ആ ഔട്ടർമോസ്റ്റ് ഷെല്ലുമായി അത്രത്തോളം അട്രാക്ഷൻ
സെക്ഷനിലായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ സൈസ് കൂടുതലാവുന്നത് കൊണ്ട് തന്നെ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ മെറ്റലിന് ഈസി ആയിട്ട് ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ മെറ്റാലിക് ക്യാരക്ടറിൻ്റെ എക്സാമ്പിൾ പറയാനായിട്ട് സോഡിയം വെച്ച് നമ്മൾ ആ ഒരു സെക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ലോറിൻ്റെ കേസ് വെച്ചിട്ടാണ് നോൺ മെറ്റാലിക് ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞത്. നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ആറ്റത്തിൻ്റെ നമുക്ക് പറഞ്ഞിരുന്നു ആ ആറ്റത്തിന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള എബിലിറ്റിയാണ് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഈ നോൺ മെറ്റാലിക് ക്യാരക്ടർ പീരിയഡിലും ഗ്രൂപ്പിലും എങ്ങനെയാണ് വാരി ചെയ്യുന്നത്? ഗ്രൂപ്പിലാണെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറയാണ് ചെയ്യുന്നത്. കാരണം ഇത് തമ്മിലുള്ള അട്രാക്ഷൻ, അതായത് ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ വേറൊരു ഇലക്ട്രോൺ കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ സാധിക്കില്ല. പക്ഷേ നിങ്ങളൊരു പീരീഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പീരീഡിൽ ആറ്റമിക് സൈസ് കുറഞ്ഞാണ് വരുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഇലക്ട്രോൺ വന്നാൽ തന്നെ ഈ ന്യൂക്ലിയസിന് ആ വരുന്ന ഇലക്ട്രോണിനെ കൂടി അട്രാക്ട് ചെയ്ത് നിർത്താനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. സോ ഈ മെറ്റാലിക് ക്യാരക്ടറും നോൺ മെറ്റാലിക് ക്യാരക്ടറും അതുപോലെ തന്നെ അയണൈസേഷൻ എനർജിയും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു സെക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ അവസാനം ഈ ഒരു സെക്ഷൻ, അതായത് ഈ ഒരു ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ്സും ഈ ഒരു കൺസെപ്റ്റും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.